കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന മലങ്കര കാത്തലിക് TV-യുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും നമ്മുടെ ദൈവവുമായ കർത്താവ് യേശു മിശിഹായുടെ വഴികാട്ടിയും മുൻഗാമിയുമായി ജനിച്ച സ്നാപക യോഹന്നാൻ്റെ ജനന വൃത്താന്തമാണ് ലൂക്കാ സുവിശേഷകൻ്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇത് ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇതേ സുവിശേഷത്തിൻ്റെ തന്നെ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ സക്കറിയ പുരോഹിതനോട് അരുളി ചെയ്തു, സക്കറിയ, നീ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിൻ്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. മാലാഹ സക്കറിയായോട് അരുളി ചെയ്ത പ്രവചനം, മാലാഹ വഴി ദൈവം സക്കറിയായോട് അരുളി ചെയ്ത ദൈവഹിതം നിറവേറുന്നതിൻ്റെ വൃത്താന്തമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുന്നത്. എലിസബത്തിന് പ്രസവ സമയമായപ്പോൾ അവളൊരു പുത്രനെ പ്രസവിച്ചു. ദൈവം അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട ബന്ധുക്കളും അയൽക്കാരും അവളോടൊത്ത് സന്തോഷിച്ചു. ഈ 1-ാം വാക്യത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 57-58 വാക്യങ്ങളിൽ നമ്മൾ കാണുക എപ്രകാരം ക്രിസ്ത്യാനി സാമൂഹിക ജീവിതം നിർവഹിക്കണം, കൂട്ടായ്മ എങ്ങനെ വളരണം എന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്, കാണുകയാണ്. അവരുടെ സന്തോഷം എൻ്റെ സന്തോഷമായി മാറുകയും അങ്ങനെ അവരുടെയും എൻ്റെയും സന്തോഷം നമ്മുടെ സന്തോഷമായി ദൈവത്തെ മഹത്വപ്പെടുത്തുക, അവരുടെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറുക, അങ്ങനെ അവരുടെയും എൻ്റെയും ദുഃഖം നമ്മുടെ ദുഃഖമായി മാറി അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി അർപ്പിക്കുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുക, ഇതൊരു ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളാണ്. ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിൽ ഒരവയവത്തിന് വേദന എടുക്കുമ്പോൾ ആ ശരീരം മുഴുവനാണ് സന്തോഷിക്കുക. ഒരു അവയവം അലങ്കരിക്കപ്പെടുമ്പോൾ ശരീരം മുഴുവനായി, വ്യക്തി മുഴുവനായിട്ടാണ് അലങ്കരിക്കപ്പെടുക. ഇതാണ് ക്രിസ്ത്യാനിയുടെ സാമൂഹിക ജീവിതം, ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര. അവരുടെ സന്തോഷത്തിൽ അസൂയ കൂടാതെ പങ്കെടുക്കാൻ സാധിക്കുക, അവരുടെ ദുഃഖത്തിൽ അവനത് വരേണ്ടതാണ് എന്ന ശാപമില്ലാതെ അവരുടെ ദുഃഖത്തിൽ അവനോടൊത്ത് ദുഃഖിക്കാൻ സാധിക്കുക. ഈ ഒരു സന്ദേശം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സന്തോഷം, നമ്മുടെ ദുഃഖം, നമ്മുടെ സന്തോഷത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, നമ്മുടെ ദുഃഖത്തിൽ അത് അവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി മാറുകയും ആ ദുഃഖത്തിൽ അവന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുക. അയൽക്കാരും ബന്ധുക്കളും ദൈവം അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവളോടൊത്ത് സന്തോഷിക്കുന്ന വൃത്താന്തം നമ്മെ പഠിപ്പിക്കുക ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ്. എപ്രകാരം ക്രിസ്ത്യാനി സാമൂഹിക ജീവിതത്തിൽ ഇടപെടണം, എപ്രകാരം ക്രിസ്ത്യാനി സാമൂഹിക ജീവിതം നയിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കും. വീണ്ടും അടുത്ത വാക്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ അവർ 8-ാം ദിവസം ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ഇതൊരു കഷ്ടമാണ്. യഹൂദ സാഹചര്യം അനുസരിച്ച്, അവരുടെ സാമൂഹിക രീതി അനുസരിച്ച് പിതാവിൻ്റെ പേര് മകന് നൽകുക എന്ന ഒരു പതിവുണ്ട്. ഇത് എല്ലായിടത്തും ഒരുപോലെ അല്ല താനും. എന്നാൽ പിതാവിൻ്റെ പേരിനോട് ചേർത്ത് മക്കളുടെ പേരിനോട് ചേർത്ത് പിതാവിൻ്റെ പേര് ചേർത്ത് പറയുന്നുണ്ട്. നമ്മൾ കാണുന്നു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസിനെ യേശു വിളിക്കുന്നത് ഇപ്രകാരമാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, സൈമൺ ദ സൺ ഓഫ് ജോന. അതുപോലെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സെബദിയുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. അപ്പോൾ ജേക്കബ് ആൻഡ് ജോൺ സൺസ് ഓഫ് സെബദി,
വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു അന്ധനായ യാചകനെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ബർത്തിമയോസ്. ബർത്തിമയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തിമയോസിൻ്റെ പുത്രൻ എന്നാണ്. അപ്പോൾ രണ്ട് രീതിയിൽ പേരിടൽ രീതി ക്രമം ഈ യഹൂദ ഇതുകളുണ്ട്. അതായത് പിതാവിൻ്റെ പേര് അതേപോലെ തന്നെ നൽകുക. സക്കറിയയുടെ മകന് ജൂനിയർ സക്കറിയ, സക്കറിയ ദ ജൂനിയർ എന്ന പേര് നൽകുക. അതേസമയം മറ്റൊരു പേര് നൽകുക, സൈമൺ എന്ന പേര് നൽകുക. അതിനുശേഷം പിതാവിൻ്റെ പേരിനോട് ചേർത്ത് പറയുക സൈമൺ ദ സൺ ഓഫ് ജോന, യോനയുടെ പുത്രനായ ശെമിയോൻ. ബർത്തിമയോസ്, തിമയോസിൻ്റെ പുത്രൻ, സബദിയുടെ പുത്രന്മാർ. ഇങ്ങനെ രണ്ട് രീതികൾ യഹൂദ ആചാരരീതി ഉണ്ടായിരുന്നു. ഈ രണ്ട് രീതിയിൽ ഒരു ക്രമം പാലിക്കാൻ അവർ നിർബന്ധിക്കുകയാണ്. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. സക്കറിയ ജൂനിയർ എന്ന് ഈ ശിശുവിനെ വിളിക്കണം. അതിന് കാരണം ഇതാണ്, സക്കറിയ അനുവർത്തിച്ചിരുന്ന ജീവിത രീതികൾ. സക്കറിയ പുരോഹിതനാണ്. അപ്പോൾ അവൻ്റെ മകനും, സക്കറിയായുടെ മകനും പുരോഹിതനായി രൂപപ്പെടും. സക്കറിയ നടന്ന വഴികളിലൂടെ സക്കറിയായെ പറ്റി പറയുക, സക്കറിയായും എലിസബത്തും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചവരുമായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചവരുമായിരുന്ന മാതാപിതാക്കൾ ആ സക്കറിയായുടെ അതേ പാരമ്പര്യം പിന്തുടരുന്ന ഒരു മകൻ ഈ സമൂഹത്തിൽ രൂപപ്പെടുകയാണ്. ആ അതേ പാരമ്പര്യം പിന്തുടരുന്നു എന്നറിയാൻ വീണ്ടും ഈ പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശം മകന് ലഭിക്കണം. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ പേരിൽ മകൻ അറിയപ്പെടണം എന്ന ഒരു രീതി ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ഇത് ഒരു രീതിയാണ്. പേര് മാറ്റി മറ്റൊരു പേരിടുക, അതിനോടൊപ്പം പിതാവിൻ്റെ പേര് ചേർത്ത് വിളിക്കുന്ന രീതിയും യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. അതിൽ ഒരു രീതി അനുസരിച്ച്, ഒരു കസ്റ്റം അനുസരിച്ച് സക്കറിയായുടെ മകൻ സക്കറിയ ജൂനിയർ, സക്കറിയ എന്ന് വിളിക്കപ്പെടണം എന്ന രീതിയാണ് ഈ എലിസബത്തും സക്കറിയായും താമസിച്ചിരുന്ന നാട്ടിൽ ഉണ്ടായിരുന്നത്. അത് പ്രകാരം ആളുകൾ ആഗ്രഹിക്കുകയാണ് സക്കറിയായുടെ മകൻ സക്കറിയ എന്ന് വിളിക്കപ്പെടണം. അത് ആ രീതിയാണ്. എന്നാൽ അവൻ്റെ അമ്മ, ശിശുവിൻ്റെ അമ്മ പറയുകയാണ്, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം അതൊരു ഹീബ്രു നാമമാണ്. ആ ഹീബ്രു നാമം യഹോവ ഹന്നാൻ, ദൈവം കാരുണ്യം കാണിക്കുന്നവനാണ്. യഹോവ കരുണാമയനാണ്. യഹോവ കാരുണ്യത്തിൻ്റെ ഉറവിടമാണ്. യഹോവ കാരുണ്യത്തിൻ്റെ മുഖമുദ്രയാണ്. യഹോവ കാരുണ്യം കാണിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് 58-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ അയൽക്കാരും ബന്ധുക്കളും എലിസബത്തിനോടൊത്ത് സന്തോഷിക്കുകയാണ്. അതുതന്നെയാണ് തനിക്ക് ദൈവം ദാനമായി നൽകിയ മകൻ, ആ മകൻ്റെ പേരിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടണം. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടണം. പേരുകൾ നൽകുമ്പോൾ ആ പേരിലൂടെ ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമല്ല, ഒരു വ്യക്തിയെ തിരിച്ചറിയുക മാത്രമല്ല, അത് വഴിയായി ദൈവം നടത്തുന്ന വഴികൾ കൂടെ പറഞ്ഞു കൊടുക്കുക. ദൈവം നടത്തുന്ന വഴികൾ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ദൈവം കാരുണ്യം കാണിക്കുകയാണ്. ആരോടാണ് ദൈവം കാരുണ്യം കാണിക്കുന്നത്? യോഹന്നാൻ്റെ ജനനത്തിലൂടെ, യോഹന്നാൻ്റെ ജനന വൃത്താന്തത്തിലൂടെ 400 വർഷക്കാലം പ്രവചനങ്ങളൊന്നുമില്ലാതിരുന്ന യഹൂദ സമൂഹത്തോട്, 400 വർഷക്കാലം പ്രവചനങ്ങളൊന്നുമില്ലാതിരുന്ന യഹൂദ സമൂഹത്തോട് ദൈവം കാരുണ്യം കാണിച്ചിരിക്കുകയാണ്. ആദിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതനുസരിച്ച് പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാനവ സമൂഹത്തോട്, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യ സമൂഹത്തോട് ദൈവം കാരുണ്യം കാണിച്ചിരിക്കുകയാണ്. ഈ ദൈവം കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നത് ഇവിടെ യോഹന്നാൻ എന്ന ശിശുവിൻ്റെ നാമധേയത്തിലൂടെ, ശിശുവിൻ്റെ നാമകരണത്തിലൂടെ വെളിപ്പെടുകയാണ്. മനുഷ്യ സമൂഹത്തോട്, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന മാനവ സമൂഹത്തോട് ദൈവം കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന്, ആ ദൈവം കാരുണ്യം കാണിക്കാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ നാമകരണത്തിലൂടെ വെളിപ്പെടുകയാണ്. അവർ പിതാവിനോട് ആംഗ്യം കാണിച്ചു ചോദിച്ചു. ഊമനായി തീർന്ന ഗബ്രിയേലിൻ്റെ വാക്കുകളെ ആ മുഖവിലക്കിടക്കാതിരുന്ന സക്കറിയ പുരോഹിതൻ മൂകനായി തീർന്നു എന്ന് ലൂക്കാസ് സുവിശേഷകൻ്റെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഈ വചനം നിറവേറുന്നത് വരെ നീ മൂകനായി തീരുമെന്ന് ഗബ്രിയേൽ സക്കറിയായോട് അരുളി ചെയ്തതാണ്. അപ്രകാരം മൂകനായി തീർന്ന സക്കറിയായോട്
ആംഗ്യത്തിൽ ചോദിക്കുകയാണ് എന്ത് പേര് നൽകണം. ഒരു എഴുത്തു പലക വരുത്തി അവൻ എഴുതി, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണമെന്നല്ല, യോഹന്നാൻ എന്ന് വിളിക്കപ്പെടും എന്നുമല്ല, മറിച്ച് യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. അതായത് മുൻപെങ്ങോ നിശ്ചയിച്ചിരുന്ന കാര്യം മുൻപേ തന്നെ ഇവൻ്റെ പേര് നിശ്ചയിക്കപ്പെട്ടതാണ്. മുൻപേ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഈ പേര് അത് ദൈവത്താൽ നൽകപ്പെട്ടതാണ്. ദൈവത്താൽ നൽകപ്പെട്ട പേര് തന്നെ യോഹന്നാൻ എന്ന് അവൻ വിളിക്കപ്പെടണം. അവൻ്റെ പേര് യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണമെന്നല്ല സക്കറിയ പറയുക. സക്കറിയായുടെ വാക്കുകൾ നമ്മൾ വ്യാകരണം വെച്ച് വിലയിരുത്തിയാൽ അത് മുമ്പേ നിശ്ചയിക്കപ്പെട്ടതും ഇപ്പോൾ അത് നിറവേറിയതുമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ വ്യാകരണം നമ്മൾ മനസ്സിലാക്കിയാൽ യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്, അതായത് മുമ്പേ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്ന നാമം. ജെറമ്യാ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാചകൻ അരുളി ചെയ്യുകയാണ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഉരുവാക്കപ്പെട്ടവൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടവൻ, വിളിക്കപ്പെട്ടവൻ, പിഴുതെറിയാനും പൊളിച്ചെടുക്കാനും കെട്ടിപ്പടുക്കാനും നവീകരിക്കാനും വേണ്ടി വിളിച്ച് വേർതിരിച്ചവൻ. ഇപ്രകാരം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശിശുവിൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ഇത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില സാമൂഹിക ക്രമങ്ങളുണ്ട്. ആ സാമൂഹിക ക്രമങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതാണ് എന്ന് പലപ്പോഴും നിഷ്കർഷിക്കുന്നുണ്ട്. അതിനെ അതിജീവിക്കുന്ന ദൈവഹിതത്തിലേക്ക് വളരാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. സാമൂഹിക ജീവിതത്തിൻ്റെ സാമൂഹിക ക്രമങ്ങളെ അതിജീവിക്കുന്ന ദൈവഹിതത്തെ തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ്. ഈ സാമൂഹിക ക്രമത്തെ അതിജീവിക്കുന്ന ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാനും ആ ദൈവഹിതത്തോട് ഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കാനും ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, അവരൻ്റെ സന്തോഷത്തിൽ അസൂയ കൂടാതെ സന്തോഷിക്കുക. പലപ്പോഴും ദുഃഖത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. ദുഃഖത്തിൽ പങ്കുചേരാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. എന്നാൽ അവരൻ്റെ നന്മയിൽ അസൂയ കൂടാതെ സന്തോഷിക്കാനുള്ളത് ദൈവകൃപയുടെ ഭാഗമാണ്. ഇതാണ് ആ അയൽക്കാർക്കും ബന്ധുക്കൾക്കും ലഭിച്ചത്. ദൈവം അവളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് അവളോടൊത്ത് സന്തോഷിക്കുന്ന അയൽക്കാരും ബന്ധുക്കളും. ഒപ്പം തന്നെ സാമൂഹിക ക്രമത്തെ അതിജീവിക്കുന്ന ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സക്കറിയായും എലിസബത്തും. സാമൂഹിക ക്രമം അനുസരിച്ച് പിതാവിൻ്റെ പേര് മകന് നൽകുക എന്നതാണ്. എന്നാൽ ആ സാമൂഹിക ക്രമത്തെ അതിലംഘിക്കുന്ന ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന പേരല്ല, മറിച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന യോഹന്നാൻ, യഹോവ കരുണ കാണിച്ചിരിക്കുന്നു എന്നാണ് തൻ്റെ പുത്രനിലൂടെ അറിയപ്പെടേണ്ടത് എന്നും സക്കറിയായും എലിസബത്തും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുകയാണ്. ഇപ്രകാരം ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയപ്പോൾ മൂകനായിത്തീർന്ന സക്കറിയായുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. ഇപ്രകാരം ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയപ്പോൾ മൂകനായി ഇരുന്ന സക്കറിയായുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമായി. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ മൂന്നാമതായിട്ട് ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. കർത്താവിൻ്റെ കരം കൂടെയുള്ളവനാണ് സ്നാപക യോഹന്നാൻ. കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടാവുക എന്നത് പഴയ നിയമ ക്രമമനുസരിച്ച് കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നാണ്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നവനായിരുന്നു പൂർവ്വപിതാവായ ജോസഫ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറ്റിൽ തട്ടിയിടുമ്പോഴും അടിമ കച്ചവടക്കാർക്ക് വിൽക്കുമ്പോഴും പൊത്തിഫറിൻ്റെ വീട്ടിൽ അവൻ വേലക്കാരനായി നിൽക്കുമ്പോഴും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ഈജിപ്തിൻ്റെ അധിപനായി ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ടപ്പോഴും ഈ ജോസഫ്, പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് ഗ്രന്ഥകാരൻ എഴുതി വയ്ക്കുന്ന അടിക്കുറിപ്പുണ്ട്. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നന്മയായി ഭവിച്ചു. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ തള്ളിയിടപ്പെട്ടപ്പോൾ, സഹോദരന്മാരാൽ വിറ്റഴിക്കപ്പെട്ടപ്പോൾ, അവൻ പൊത്തിഫറിൻ്റെ വീട്ടിൽ വേലക്കാരനായി നിന്നപ്പോൾ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, ഈ വേദനകളിലെല്ലാം ഒപ്പം തന്നെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ടപ്പോൾ, ഉയർച്ചയുടെ ഘട്ടങ്ങളിൽ
എല്ലാ ഘട്ടങ്ങളിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജോസഫിന് എല്ലാം നന്മയായി ഭവിച്ചു. ജോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും അവന് വിജയമുണ്ടായി. വീണ്ടും നമ്മൾ കാണുക, സാമുവേൽ പ്രവാചകന്റെ കാലത്ത് കർത്താവിൻ്റെ കരം ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ കൂടെ കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു. ഈ വാക്ക് കാണുക സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. സാമുവേൽ പ്രവാചകൻ ആ ഇസ്രായേലിൽ ഭരണം നടത്തിയിരുന്ന കാലത്തോളം കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നപ്പോൾ ശത്രുക്കളായ ഫിലിസ്ത്യർക്ക് ഇസ്രായേലിയരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഒരു കാലത്തും കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്ന കാലത്ത് അത്രയും ഫിലിസ്ത്യർക്ക്, ശത്രുക്കളായ ഫിലിസ്ത്യർക്ക് ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാനായില്ല എന്ന് വചനം വായിക്കുന്നുണ്ട്. വീണ്ടും കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നതായി നമ്മൾ കാണുക ദാവീദിൻ്റെ ജീവിതത്തിലാണ്. ദാവീദ് സാവൂളിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ആടുകളിൽ ഒന്നിനെ സിംഹമോ കരടിയോ മൃഗങ്ങൾ ഏതെങ്കിലും എൻ്റെ ആടുകളിൽ ഒന്നിനെ പിടിച്ചുകൊണ്ട് പോയാൽ അവയെ പിഞ്ചെന്ന് ആ വന്യമൃഗത്തെ തോൽപ്പിച്ച് എൻ്റെ ആടിനെ രക്ഷിക്കാൻ തക്കവണ്ണം എനിക്ക് പ്രാപ്തി നൽകുന്നത് എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. സാവൂൾ രാജാവ് ദാവീദിനെ നശിപ്പിക്കാനും കൊല്ലാനും ഉദ്യമിക്കുമ്പോൾ ഓരോ ഉദ്യമത്തിലും ദാവീദ് രക്ഷപ്പെടുന്നത് കർത്താവിൻ്റെ കരത്തിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ്. ഈ പഴയ നിയമ വൃത്താന്തങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ കരം, ഈ ശിശു ആരായി തീരുമെന്ന് ജനം ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആരും ചിന്തിച്ച രീതിയിലല്ല സ്നാപയോഹന്നാൻ വളർന്നു വന്നത്. സ്നാപയോഹന്നാൻ്റെ വളർച്ചാഘട്ടങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ അതിൻ്റെ ധ്യാന വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നതാണ്. എങ്കിൽ തന്നെയും സ്നാപയോഹന്നാൻ ഒരു മരുഭൂവാസിയാകുമെന്നും അവൻ്റെ വസ്ത്രങ്ങൾ മരവുരിയാകുമെന്നും അവൻ്റെ ശാസനങ്ങൾ വളരെയധികം മരത്തെ കീറാൻ തക്കവണ്ണം ശക്തമായി മാറുമെന്നും ആരും ചിന്തിച്ചതല്ല. എങ്കിലും ജനന സമയം മുതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സ്നാപക യോഹന്നാൻ്റെ ജനന വൃത്താന്തം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ ധ്യാനിച്ച 3 കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ കടന്നു വരാം. ഒന്ന്, കർത്താവ് കാരുണ്യം കാണിക്കുകയാണ്. കാരുണ്യം കാണിക്കുന്ന കർത്താവ് എലിസബത്ത്, വന്ധ്യ എന്ന് പറഞ്ഞ് എലിസബത്തിനോട് കാരുണ്യം കാണിക്കുന്നു. വൃദ്ധനായി തീർന്ന സക്കറിയായോട് കാരുണ്യം കാണിക്കുന്നു. 400 വർഷക്കാലം പ്രവചനങ്ങളൊന്നുമില്ലാതിരുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിച്ചു തുടങ്ങി കാരുണ്യം കാണിക്കുകയാണ്. നൂറ്റാണ്ടുകളായി ആരംഭം മുതലേ പതനത്തിലായി പോയിരുന്ന മനുഷ്യ സമൂഹത്തോട് ദൈവം കാരുണ്യം കാണിക്കുകയാണ്. ഇപ്രകാരം കാരുണ്യം കാണിക്കുന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്താം, മഹത്വപ്പെടുത്താം. രണ്ടാമതായി, ഒരു സാമൂഹിക ക്രമത്തെ അതിലംഘിക്കുന്ന ദൈവഹിതത്തിന് കീഴ്വഴങ്ങാൻ നമുക്ക് സാധിക്കണം. സാമൂഹ്യ ക്രമത്തെ അതിലംഘിക്കുന്ന ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് തന്നെ തന്നെ സമർപ്പിച്ച മറിയത്തെ പോലെ സാമൂഹ്യ ക്രമത്തിന് അതിലംഘിക്കുന്ന, പിതാവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്ന പേര് നൽകണമെന്ന് ജനം ആവശ്യപ്പെടുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ആവശ്യമല്ല, ഭൂരിപക്ഷത്തിൻ്റെ മുറവിളിയല്ല, ഭൂരിപക്ഷത്തിൻ്റെ മുദ്രാവാക്യം വിളിയല്ല, മറിച്ച് ദൈവഹിതമാണ് നിറവേറേണ്ടതെന്ന് സക്രിയായും എലിസബത്തും തങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സക്കറിയ സംസാരിച്ചു തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ കരം കൂടെയുള്ള ശിശുവിനെ പറ്റി അയൽക്കാരും ബന്ധുക്കളും അത്ഭുതപ്പെടുകയാണ്. കർത്താവിൻ്റെ കരം കൂടെയുള്ളവനും ഒന്നും ഭയപ്പെടേണ്ടതില്ല. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും സുരക്ഷിതനായിരിക്കും. ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടെങ്കിൽ ജോസഫിനെ പോലെ വിജയം വരിക്കാൻ സാധിക്കും. സാമുവേലിനെ പോലെ, പ്രവാചകനായ സാമുവേലിനെ പോലെ ശത്രുക്കളുടെ സൈന്യത്തിൽ നിന്ന്, ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് കർത്താവ് ശക്തി നൽകും. ദാവീദിനെ പോലെ ദൈവം സംരക്ഷിക്കും എന്ന് തിരിച്ചറിയണം. ഇപ്രകാരം കർത്താവിൻ്റെ കരത്തിന് കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സാമൂഹിക ക്രമത്തെ അതിലംഘിക്കുന്ന ദൈവഹിതത്തെ കണ്ടറിയാനും ആ കണ്ടറിഞ്ഞ ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കാനും നമുക്കിടയാവട്ടെ. ഇപ്രകാരം കാരുണ്യം കാണിക്കുന്ന കർത്താവ്, സർവശക്തനായ കർത്താവ്, കരുണാമയനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ആഴ്ചക്കാലം നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.